ഹായ് പ്രിയപ്പെട്ടവരെ, അസീം വെളിയും കൂടാണ്. ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. മാതാപിതാ ഗുരു ദൈവം എന്ന വിഷയം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവതരിപ്പിച്ചു. അത് കണ്ട എല്ലാവർക്കും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതിൽ അവസാനമായി ഞാൻ നിർത്തിയത് ധർമ്മവും അധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കാതെ മാനവരാശിക്ക് ശാന്തി ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇന്ന് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, മയക്കുമരുന്ന് അടിമപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെ പോലും അറുകൊല ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ നേരത്തെ വിവരിച്ചു. എന്താണ് ഇതിനുള്ള പരിഹാരം? നമ്മുടെ പരിസരത്തൊക്കെ മയക്കുമരുന്നിന് എതിരായിട്ടുള്ള ഒരുപാട് ക്യാമ്പയിനുകളും ഫ്ലെക്സുകളും ഒക്കെ വരുന്നുണ്ട്. 100% നല്ല കാര്യമാണ്. സത്യത്തിൽ ഇതിനെ വേരോടെ പിഴുതെറിയാണ് വേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തളർക്കും. അത് വേരോടെ പറിച്ചെറിയണമെങ്കിൽ അതവിടെ ഉണ്ടാവില്ല. ഞാനിത് പറയാൻ കാരണം, മദ്യം വിൽക്കുന്നു, മദ്യത്തിൻ്റെ മുകളിൽ മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതുന്നു. സിഗരറ്റ് വലിക്കുന്നു, സിഗരറ്റ് പുകവലി അർബുദത്തിന് കാരണമാകുന്നു എന്ന് പറഞ്ഞിട്ട് അത് വിൽക്കാനുള്ള അനുമതി കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുന്നു, മദ്യ ഫാക്ടറികൾക്കുള്ള ലൈസൻസ് കൊടുക്കുന്നു. ബീവറേജിൻ്റെ മുന്നിൽ സാധാരണ പോയ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. മദ്യത്തിന് വേണ്ടി ബീവറേജിൽ കാത്തുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ അവനനുഭവിക്കേണ്ട ആ പൈസയാണ് നിങ്ങൾ നശിപ്പിച്ച് കളയുന്നത്. എൻ്റെ അനുഭവത്തിലൊരു സംഭവമുണ്ട് സുഹൃത്തുക്കളെ. എൻ്റെ അനുഭവത്തിൽ എത്രയും അടുത്ത എൻ്റെ അനുഭവം ഞാൻ തുറന്ന് പറയുകയാണ്. അത് എന്നെ ബന്ധപ്പെട്ട ഒരു സംഭവമായത് കൊണ്ട് ഞങ്ങൾ തുറന്ന് പറയണം. സ്വന്തം വാപ്പയും കുടുംബവും ക്വാർട്ടേഴ്സിൽ പോയി താമസിക്കേണ്ട ഒരു അവസ്ഥ എൻ്റെ അനുഭവത്തിലുണ്ട്, മദ്യപിച്ചതിൻ്റെ മാത്രം. കാരണം ലഹരിക്ക് അടിമപ്പെട്ട് വാപ്പയെ തെറി പറയുക, അടിക്കാൻ വരിക, അങ്ങനെയുള്ള രൂപത്തിൽ വാപ്പ ഇറങ്ങിപ്പോയി. ഫാമിലി അടക്കം ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, ഭയന്നുകൊണ്ട്, മകനെ ഭയന്നുകൊണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് നടക്കുന്നത്? അങ്ങനെയാണ്, മദ്യപാനം കൊണ്ട്. അവൻ്റെ മക്കൾ തിരിഞ്ഞു നോക്കിയിട്ട്, അവന് 2 കുട്ടിയുടെ, ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട്, അവൻ തിരിഞ്ഞു നോക്കിയിട്ട് അവരനുഭവിക്കുന്നത് എങ്ങനെയാണ്, അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? മദ്യമാണ് നശിപ്പിച്ചത്. സർക്കാരെ, നമ്മളൊരു കാര്യം കൂടി ചെയ്യണം. മദ്യം നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിൻ്റെ അടിയിൽ നിങ്ങളുടെ കുടുംബത്തെ സമാധാനം കൂടി ഇല്ലാതാക്കുന്നതും കൂടി എഴുതി ചേർത്തേക്ക്. എന്തൊരു വിരോധാഭാസമാണ്! മദ്യം ഹാനികരാണെന്ന് പറയുക, എന്നിട്ട് അത് വിൽക്കുക, അനുമതി കൊടുക്കുക, അതിൽ നിന്ന് വരുമാനങ്ങൾ ഉണ്ടാക്കുക. എന്തുകൊണ്ട് ഇത് മദ്യശാലകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ അറിയാനിട്ടാണോ? എന്തുകൊണ്ട് പൂട്ടിക്കുന്നില്ല? മദ്യം കൊടുക്കാണ്ടിരുന്ന് നോക്ക്, മദ്യം നിർത്തലാക്ക്. നിങ്ങൾക്ക് പറ്റുമോ? ജനങ്ങളുടെ കാര്യത്തിൽ എന്തൊരു ആത്മാർത്ഥത നിങ്ങൾക്കുള്ളതല്ലേ? ഹെൽമെറ്റ് സുരക്ഷ, ഹെൽമെറ്റ് വേണം നിർബന്ധമായിട്ടും. ഞാനിപ്പോൾ 5-6 കൊല്ലമായിട്ട് 8 കൊല്ലത്തോളമായി 2 വീലറിൽ യാത്ര ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. പല മേഖലകളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്കുള്ള ആകെ സങ്കടം, അന്നൊക്കെ ഞാൻ ഓരോ ആളുകളെ രാത്രിയിലൊക്കെ വരുമ്പോൾ ലിഫ്റ്റ് കൊടുക്കും. ഇപ്പോൾ പേടിയാണ്, കൈ കാട്ടും. വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ക്യാമറ നോട്ടീസ് വരും, 500 രൂപ ഫൈൻ. അതാണ് ഇന്നത്തെ അവസ്ഥ. ബാക്കിൽ ഇരിക്കുന്നവർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കി. വീണ് കഴിഞ്ഞാൽ നമുക്ക് അപകടം പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ നിയമത്തിൻ്റെ പിന്നിൽ ചൂഷണമായി നടന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായി. ഞാൻ രാത്രിയിൽ വരുമ്പോൾ, ഞാൻ പെർഫ്യൂമിൻ്റെ ബിസിനസ്സാണ്, സെയിൽ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പോലീസുകാർ കൈകാട്ടി, വണ്ടി സൈഡാക്കണമെന്ന് പറഞ്ഞു. സൈഡാക്കി. ഹെൽമെറ്റ് ഉണ്ട്, അത് കാരണം ഹെൽമെറ്റിൻ്റെ കാര്യം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി നമ്പർ നോക്കി ലൈസൻസ് എടുക്കാൻ പറഞ്ഞു, RC ബുക്ക് കാണിക്കാൻ പറഞ്ഞു, പുക ടെസ്റ്റ് കാണിക്കാൻ പറഞ്ഞു. എല്ലാം ക്ലിയറാണ്. കുറച്ച് കഴിഞ്ഞ് എന്താണ് അതിൻ്റെ പെട്ടിയിലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ അത് പെർഫ്യൂമാണ്. ഞാൻ ടോർച്ചടിച്ച് നോക്കി, പെർഫ്യൂം. ഇതിൽ ചെറുതുണ്ടോ ഒരെണ്ണം എടുക്കാനെന്നാണ്. സാർ ചെറുതില്ല സാറേ, ഒക്കെ വലുതാണെന്ന് പറഞ്ഞു. സാർ പോയി. ഇത് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിയമങ്ങൾ പാലിക്കുന്നവർ തന്നെ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നമുക്ക്. എൻ്റെ അനുഭവമാണ്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നല്ലതൊക്കെ നല്ലത് തന്നെ. എന്തുകൊണ്ട് ഇതിനേക്കാൾ മാരകമായ മയക്കുമരുന്ന്, അതുപോലെ തന്നെ മദ്യം, പുകവലി,
ഇതൊക്കെ നിങ്ങൾ അനുമതി കൊടുക്കുന്നുണ്ട്. ഈ മയക്കുമരുന്ന് പിടിക്കുന്നുണ്ട്, അവിടെ നിന്ന് പിടിച്ചു, ഇത്ര കോടി മയക്കുമരുന്ന് പിടിച്ചു, ഇത്ര പിടിച്ചു നിങ്ങൾ പറയണ്ടല്ലോ. എന്തുകൊണ്ട് ഇതുണ്ടാക്കുന്ന ഫാക്ടറി നിങ്ങൾക്ക് അറിയാനിട്ടാണോ? ഇത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയാനിട്ടാണോ? എന്തുകൊണ്ടത് ബാൻ ചെയ്യുന്നില്ല? നിങ്ങൾ അതാദ്യം ബാൻ ചെയ്യും, എന്നിട്ട് സമൂഹത്തെ സംരക്ഷിക്കുക. നിങ്ങൾ ഈ ഹെൽമെറ്റിന് കാണിക്കുന്ന ആത്മാർത്ഥം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഈ ഇതിന് കാണിക്കുക. കള്ളുകുടിയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചിന്തകൾ, കൂലിപ്പണിക്ക് പോകുന്ന ആളാണെങ്കിൽ ആ കിട്ടുന്ന കൂലി ബീവറേജിൽ ക്യൂ നിൽക്കണം, 500 റുപ്യ 1000 റുപ്യ എത്രയൊക്കെ പൈൻ്റ് എത്ര മേടിച്ചിട്ട് അത് അടിക്കണം, വീട്ടിൽ വരണം. ഇതാണ് അവൻ്റെ ചിന്ത. ഒരു മോഷ്ടാവിനെ സംബന്ധിച്ച് അവൻ്റെ ചിന്തകൾ എന്താണ്? നാളെ എങ്ങനെ മോഷ്ടിക്കും, ഏതൊക്കെ വീടുകൾ കണ്ടെത്തണം, അവനക്ക് മോഷ്ടിക്കാനുള്ള പണങ്ങളുണ്ട്, സ്വർണങ്ങളുണ്ട്, ഇതൊക്കെയാവും അവൻ്റെ ചിന്തകൾ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ യുക്തി കൊണ്ട് ധർമ്മവും അധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോഷ്ടാവ് അയാൾ മോഷ്ടിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടും അയാൾ വീട്ടിലെ ചുറ്റുപാടുകൾ കൊണ്ടും രോഗിയായ ഒരു ഉദാഹരണം പറയുകയാണ്. രോഗത്തിൽ കിടക്കുന്ന അവൻ്റെ മാതാപിതാക്കൾ, അവരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അവന് മോഷണത്തിന് ഇറങ്ങുന്നു. പെട്ടെന്ന് പൈസ വേണം ചികിത്സക്കും ചിലവിലൊക്കെ ആയിട്ട്. അപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവൻ മോഷണത്തിന് ഇറങ്ങുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നത് തെറ്റില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ തെറ്റാണോ, അത് ധർമ്മമാണോ അധർമ്മമാണോ, എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇവിടെ വ്യക്തമായിട്ട് എവിടെ നിന്ന് നമുക്ക് അധർമ്മത്തെയും ധർമ്മത്തെയും മനസ്സിലാക്കാൻ പറ്റും? നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണല്ലേ. 1 GB 2 GB ഒക്കെ നമ്മുടെ മൊബൈലിലുണ്ട്. എത്രയോ റീൽസുകൾ, എത്രയോ വീഡിയോസുകൾ നമ്മൾ സമയം ചിലവാക്കി കാണുന്നു. കോമഡികൾ, ചാനലുകൾ, സിനിമകളൊക്കെ കാണുന്നു അല്ലേ. വിജ്ഞാനം വിരൽത്തുമ്പിലാണ്, നമ്മളെ വിരൽത്തുമ്പിലാണ് സുഹൃത്തുക്കളെ വിജ്ഞാനമുള്ളത്. ഈ മൊബൈലിൽ വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, അത് മുസ്ലിങ്ങളെ ഗ്രന്ഥമല്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിന്ത ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. മാനവരാശിക്കുള്ള ഗ്രന്ഥമാണ്. ലോകത്ത് ഈ ഭൂമിയിൽ എവിടൊക്കെ മനുഷ്യരുണ്ടോ അവർക്കൊക്കെ മാർഗദർശനമായിട്ട് ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തിലില്ലാത്ത ഒരു വേദഗ്രന്ഥം, ഇന്നും നിലനിൽക്കുന്ന ഒരു വേദഗ്രന്ഥം ഖുർആനാണ്. നിങ്ങളുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ 24 MB ഉള്ളൂ, 6000 ചില്ലാനം വചനങ്ങളുള്ള അത്, അതിൻ്റെ വേർഷൻ ഇംഗ്ലീഷിലും തമിഴിലും എല്ലാത്തിലും അവൈലബിളാണ്. മലയാളികളായ നമ്മൾ അത് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ വചനങ്ങൾ നിങ്ങളൊരു വാക്ക് വായിക്കുക. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുത സൃഷ്ടി ആരാണെന്നറിയോ? അത് മനുഷ്യരാണ്. ആ മനുഷ്യരുടെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? അവൻ്റെ തലച്ചോറാണ്. ഈ ഭൂമിയിൽ പടച്ചോൻ ഒരാളെയും മണ്ടന്മാരായി സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, എല്ലാവർക്കും ബുദ്ധിയുണ്ട്. എന്തുകൊണ്ടാണ്? ചിന്തിക്കുന്നത് കൊണ്ടാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുന്നില്ല, ചിന്താശേഷി നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. വിവേകമില്ല. പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട്, കാള പെറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കുന്നു ഒരു ചൊല്ല്. കാള പ്രസവിക്കില്ല എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ കയറെടുക്കാൻ പോകില്ല. വളരെ പ്രസക്തമായൊരു പഴഞ്ചൊല്ലാണ്. നമ്മുടെ തലച്ചോറ് അതിനെക്കുറിച്ച് അത്ഭുതമാണ്. ആധുനിക കമ്പ്യൂട്ടറുകൾ പോലും തോറ്റു പോകുന്ന രീതിയിലാണ് തലച്ചോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് പറയുന്നതിനെക്കാട്ടും മുന്നേ ഞാനൊരു കാര്യം പറയാം. മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറാബൈറ്റ്, MB. നമ്മളൊക്കെ മൊബൈലിൽ കുറേ മുന്നേ ഈ ഫോണിൽ സ്റ്റോറേജ് കുറവായിരുന്നു. അത് നമ്മൾ അഡീഷണലായിട്ട് മെമ്മറി കാർഡ് ഉപയോഗിക്കുമായിരുന്നു. 1 GB, പിന്നെ അത് 2 GB ആയി, അതിൻ്റെ അടുത്ത് 4 GB വന്ന് 16 GB വന്ന് 32 GB വരെ മെമ്മറി കാർഡ് ഉപയോഗിച്ചവരുണ്ട്. ലേറ്റസ്റ്റായിട്ട് പുതിയ സ്മാർട്ട് ഫോൺ വന്നപ്പോൾ അതെല്ലാം ഓർമ്മകളായി. മെമ്മറി കാർഡിൻ്റെ ആവശ്യമില്ല. ഫോൺ സ്റ്റോറേജ് 256 മുതൽ 500 GB വരെയൊക്കെ മെമ്മറി ഉള്ള ഫോൺ സ്റ്റോറേജ് വന്നത്. അത് മാറി ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് വരുന്ന ഫോണുകളിലൊക്കെ 1 TB ആണ്. 1000 MB ആണ് 1 GB. 1000 GB ആണ് 1 TB. അതാണ് തുടക്കത്തിൽ പറഞ്ഞത് മെഗാബൈറ്റ് MB, ജിഗാബൈറ്റ് GB, ടെറാബൈറ്റ് TB. 1000 GB ആണ് 1 TB, ടെറാബൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കി, ഞാൻ തലച്ചോറിൻ്റെ കാര്യത്തിലേക്ക് വരാം. 2.5 മില്യൺ അറിവുകൾ ശേഖരിക്കാനുള്ള കപ്പാസിറ്റി, മെമ്മറി കപ്പാസിറ്റി നമ്മുടെ തലച്ചോറിനുണ്ട്. 1.5 കിലോൻ്റെ താഴെ ഭാരം വരുന്ന ഒരു തലച്ചോറിൽ 2.5 മില്യൺ
എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണെന്നറിയോ? 25 ലക്ഷം GB വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞതല്ല. 2022 ന്യൂറോ സയൻസ് ഡോക്ടർ സൗരവ് മെഹ്റോത്ര രേഖപ്പെടുത്തിയതാണ്. പരിശോധിക്കാം. ഞാൻ പറഞ്ഞൊരു വിജ്ഞാനം വിരൽത്തുമ്പിലാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? പഠിപ്പിക്കാൻ ഗൂഗിളുണ്ട്. നമ്മളൊക്കെ എത്രയോ സമയം ചിലവാക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലമായി ജീവിക്കുന്നു. ഓക്സിജൻ നമ്മൾ വായു ശ്വസിക്കുന്നുണ്ട്, പൈസ കൊടുക്കണോ? വെള്ളം, വെളിച്ചം എല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. എന്നിട്ട് ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്തെ നിഷേധിക്കുന്നവരും ഭൂമിയിലുണ്ട്. ദൈവത്തെ നിഷേധിക്കുന്നു എന്ന് കരുതിയിട്ട് ദൈവം ആരെങ്കിലും ഓക്സിജൻ പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. കാരുണ്യവാനാണ് ദൈവം. ഗുജറാത്തുകാരിയായ സുനിത വില്യംസ് അഭിമാനമാണ്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റാറ്റസും അതിനെക്കുറിച്ചായിരുന്നു. നാസയുടെ ചൊവ്വയിൽ പോയി തിരിച്ചു വന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൊവ്വയിൽ പോയി അത് അവർ ജീവൻ പണയം വെച്ചിട്ടാണ് അവിടെ പോയത്. ഒരുപാട് ചിത്രങ്ങൾ പകർത്തി, വീഡിയോസൊക്കെ എല്ലാം ഇൻ്റർനെറ്റിൽ അവൈലബിളാണ്, യൂട്യൂബിലൊക്കെ അവൈലബിളാണ്. അവരുടെ താടികളൊക്കെ നീണ്ട് ഹൈറ്റ് വെക്കുന്നതാണ്. അവിടുത്തെ ആ കാലാവസ്ഥ മനുഷ്യർക്ക് അനുയോജ്യമല്ല. നീണ്ടു പോവും. ശൂന്യത്തിൽ അവർ നിൽക്കുന്നൊക്കെ ഫോട്ടോകൾ കണ്ട് എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ അതങ്ങനെ കറങ്ങി വരും. വായുവിൽ അവർ നിൽക്കുന്ന മുടികളൊക്കെ മേലേക്ക് പോകുന്ന ഓരോ വീഡിയോകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇവിടെയാണ് ഭൂമിയുടെ പ്രസക്തി. നമ്മൾക്ക് ഈ ഭൂമി അത്ഭുതകരം, വായു, വെള്ളം, വെളിച്ചം ഒക്കെ തന്നത് ഈ ഭൂമിയിലാണ് അല്ലേ? ഒരുപാട് നക്ഷത്രഗോളങ്ങളിൽ ആകാശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഭൂമി. ആ ഭൂമി അത്ഭുതമാണ്. ജീവജാലങ്ങൾ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല. പരിശോധിച്ചിട്ടുണ്ട്. ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ട് വീണ്ടും പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ എവിടെയും ജീവജാലങ്ങളില്ല എന്നുള്ളതാണ്. 50 വർഷം ജീവിച്ച ഒരാൾ ഓക്സിജന് ഫ്രീ ആയിട്ടാണ് അല്ലേ? നമ്മുടെ വായു ഫ്രീ ആയിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. ആ വ്യക്തിക്ക് ശ്വാസദോഷമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്ന് അല്ലെങ്കിൽ ICUവിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അവിടെ ഓക്സിജൻ കൊടുക്കും. അവിടെ നമ്മൾ സെക്കൻഡുകൾക്കാണ് വില. ടാക്സ് കൊടുക്കണം അല്ലേ? 50 വർഷമായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കണ്ടോ? ഫ്രീ ആണ്. ചിന്തിക്ക്. നമ്മൾക്ക് ചിന്താശേഷി എന്ന് വെറുതെ അല്ല. നിങ്ങൾ ചിന്തിക്ക്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ചിന്തിക്കുക. ധർമ്മവും അധർമ്മവും കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്? വേദഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുക, പഠിക്കുക. കാരണം ദൈവത്തെ ഭയന്നുകൊണ്ട് ജീവിച്ചാലാണ് നമുക്ക് തെറ്റിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. 100%. നിങ്ങൾ പരിശോധിക്കുക. ഈ മയക്കുമരുന്ന് അടിപ്പെട്ട കുട്ടികൾ, കൊലപാതകം ചെയ്ത കുട്ടികൾ, മുസ്ലിം പേരുകളുണ്ടാവും, പക്ഷെ അവർ മുസ്ലിം അല്ല. കാരണം ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പറ്റൂല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവരൊക്കെ പരിശോധിച്ച് നോക്ക്. അവർക്ക് കൃത്യമായ ദൈവത്തിന് ഭയപ്പെടുന്ന ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും മയക്കുമരുന്നിനോ ലഹരിക്കോ കൊലപാതകത്തിനോ മറ്റുള്ള തുടങ്ങിയ എല്ലാവിധ അധർമ്മങ്ങൾക്കും കീഴ്പ്പെടില്ല. ഈ ഭൂമി അത്ഭുതമാണ്. പറഞ്ഞല്ലോ, ജീവജാലങ്ങൾ, കോടിക്കണക്കിന് ജീവജാലങ്ങൾ, ജീവവർഗ്ഗങ്ങൾ ഈ ഭൂമിയിലുണ്ട്. കരയിലും കടലിലുമായിട്ട് കോടിക്കണക്കിന് ജീവവർഗ്ഗങ്ങൾ. അതിലൊരു ജീവവർഗ്ഗമാണ് മനുഷ്യർ. ആ മനുഷ്യരിൽ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അതിൽ ഒരാളാണ് ഞാനും നിങ്ങളൊക്കെ അല്ലേ? നമ്മൾ കറുത്തവന് വെളുത്തവന് ചൈനക്കാരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ആഫ്രിക്കക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയാൻ വേണ്ടി മാത്രം വിവിധ ഗോത്രങ്ങളാക്കി എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പഠിക്കുക. ആ ദൈവത്തിനെക്കുറിച്ച് നമ്മൾ അറിയുക. ആ ദൈവത്തിൻ്റെ വേദഗ്രന്ഥം പ്ലേ സ്റ്റോറിൽ അവൈലബിളാണ്. നിങ്ങളത് പഠിക്കുക. പഠിച്ചിട്ട് അത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വാക്കുകൾ, വചനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവും. പക്ഷേ മലയാളത്തിൻ്റെ മഹാനടൻ, കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ ശബരിമലയിൽ പോയി മമ്മൂക്കാക്ക് വേണ്ടി, ഭാര്യ സുചിത്രയ്ക്ക് വേണ്ടി വഴിപാട് നടത്തി. മമ്മൂക്ക എന്ന ആ മെഗാസ്റ്റാറിൻ്റെ സ്ഥാനം, അദ്ദേഹം കൊടുത്തു വെച്ച സ്ഥാനം നോക്കി. ഒരു സഹോദരനെ പോലെയാണ്, സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ്. ഇച്ചാക്കാന്ന് വിളിക്കുക ലാലേട്ടൻ, ഇച്ചാക്ക. മമ്മൂക്കാനെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എൻ്റെ അനുജന്മാർ വിളിക്കുന്ന പോലെയാണ് എൻ്റെ ലാലിനെ വിളിക്കുക, ഇച്ചാക്കാന്ന് വിളിക്കുക. അത്രയും സ്നേഹമാണ് അവർ തമ്മിൽ. ഫാൻസ് അവർ തമ്മിൽ പല അടിപിടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന് കൃത്യമായി നമ്മൾ അടുത്ത് മനസ്സിലാക്കിയതാണ്. കാരണം ജാതി മതഭേദമില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്നത് ഒരു പ്രശ്നവും ഭൂമിയിൽ ഉണ്ടാവില്ല. നിങ്ങൾ പഠിക്കുക. ഈ കാണുന്നവർ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം, മറ്റുള്ളവർക്ക് എത്തിക്കാം. ഈ നിമിഷം പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ ദൈവത്തിൻ്റെ, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിപ്പിച്ച, നമ്മളെ ആയുസ് നൽകിയ, നമുക്ക് ആത്മാവ് നൽകിയ ആ ദൈവത്തെ നമ്മൾ അറിയുക.
ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യമാണോ തോന്നുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തുക. അവിടെയാണ് മനസ്സമാധാനം ഉണ്ടാവുക, അവിടെയാണ് ശാന്തി ഉണ്ടാവുക. ഓക്കെ, താങ്ക്സ്.